സർ, ഈ റിഫ്ലെക്സ് മർമ്മ തെറാപ്പിയെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഓക്കെ. ഈ മനുഷ്യന് രോഗം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിൽ നിന്ന് പതിഞ്ഞു പോയൊരു വിഷയമാണ്. അതേസമയത്ത് ശരീരത്തിൽ വരുന്ന രോഗത്തെ മരുന്നില്ലാതെ തന്നെ കാൽപാദങ്ങളിലൂടെ അത് മാറ്റാൻ പറ്റുമെന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യന് ഈ അറിവുണ്ട്. പക്ഷേ നമ്മൾ എവിടെയോ വെച്ചത് മറന്നുപോയി. ആ മറന്നുപോയ അറിവിനെ വീണ്ടും ഒന്ന് പ്രചാരത്തിലെത്തിക്കുക എന്നുള്ളതാണ് CPC റിഫ്ലെക്സ് മർമ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും പ്രതിനിധീകരിക്കുന്ന ന്യൂറോണുകൾ ചെന്ന് അവസാനിക്കുന്ന കാൽപാദങ്ങളിലാണ്. അപ്പോൾ കാൽപാദങ്ങളിൽ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ അതാത് അവയവങ്ങളിലേക്കുള്ള കണക്ഷൻ ബ്രെയിൻ വഴി ചെല്ലുകയും ആ ബ്രെയിൻ വഴി ആ ശരീരത്തിൻ്റെ രോഗാവസ്ഥയെ മാറ്റുവാൻ ആ ന്യൂറോൺ കൊടുക്കുന്ന പ്രഷർ കൊണ്ട് അതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പ്രൊസീജിയറിലൂടെ രോഗം മാറ്റാൻ പറ്റുമെന്ന് എത്രയോ യൂണിവേഴ്സിറ്റികൾ, വിദേശ സർവകലാശാലകൾ ആയിരക്കണക്കിന് ആളുകളിൽ റിസർച്ച് നടത്തി കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഇത് പിന്നെ നമ്മുടെ ഈ ഭാരതത്തിലുണ്ടായിരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ്. പിന്നെ അമേരിക്കൻ ഇന്ത്യക്കാർക്കിടയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു തെറാപ്പിയെ ഒരു ഡോക്ടർ വില്യം ഫിറ്റ്സ്ജെറാൾഡ് എന്ന ഡോക്ടർ, ഒരു ENT സർജൻ കണ്ടെത്തുകയും അതിനെ പുള്ളി ഒന്ന് സയൻറ്റിഫിക് ആക്കിയിട്ട് സോൺ തെറാപ്പി എന്നുള്ള പേരിൽ ഡെവലപ്പ് ചെയ്തു. ആ പുള്ളി ജീവിച്ചിരുന്നത് 1872 മുതൽ 1942 വരെയുള്ള. അത് കഴിഞ്ഞിട്ട് അതിൽ കുറേ മാറ്റങ്ങൾ വന്നു. ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ ആളുകൾ പല പല രീതിയിൽ അതിൽ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഞങ്ങൾ കേരള സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററിൻ്റെ കീഴിൽ, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ഈ കോഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കുറേ പരിമിതികളുണ്ടെന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കി. 2020 മുതൽ അതിൽ കുറേ സയൻറ്റിഫിക് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയും പുതിയ ഫിസിക്സ് തിയറികളെ അനുസരിച്ച് നമ്മൾ ഊർജത്തെ എങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള തിയറി അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിനൊരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് CPC റിഫ്ലെക്സ് മർമ്മ തെറാപ്പി. അക്യുപങ്ക്ചർ ആയിരക്കണക്കിന് വർഷം മുമ്പുള്ളതാണ്. അക്യുപങ്ക്ചറിന്റെ ഫിലോസഫി എന്ന് പറയുന്നത് താവോയിസ്റ്റ് ഫിലോസഫിയിൽ നിന്ന് വന്നതാണ്. താവോയിസ്റ്റ് ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയോട് യോജിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഇതുതന്നെയാണ് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണന്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള കുചേലൻ അന്വേഷിച്ച് കൃഷ്ണൻ രാജാവായി മാറിയപ്പം രാജാവിനെ കാണാൻ വേണ്ടി കുചേലൻ നടന്നു വന്ന് ആ പാവപ്പെട്ട ബ്രാഹ്മണനെ സ്വീകരിച്ച് കൃഷ്ണൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പാദ ശുശ്രൂഷയാണെന്നുള്ളത് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ ക്ഷീണിച്ചെത്തിയാൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് ഭക്ഷണമോ മറ്റുള്ളതോ അല്ല, പിന്നെ കാലിൽ വരുന്ന ക്ഷീണത്തെ മാറ്റുക എന്നുള്ളതാണ്. അതിൻ്റെ ജീവനെ ഒന്ന് പ്രസരിപ്പിക്കൂട്ടുക എന്നുള്ളതാണ്. ആ പ്രക്രിയ കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മാറ്റിയിട്ട് ഈ റിഫ്ലെക്സോളജി എന്ന വാക്കിനെ മാറ്റി നമ്മൾ റിഫ്ലെക്സോളജിയിൽ നിന്ന് റിഫ്ലെക്സ് എടുത്തു. ഇന്ത്യൻ യോഗാശാസ്ത്രത്തിലുള്ള ചക്ര ഹീലിംഗിൽ നിന്ന് മർമ്മ എടുത്തു. ഇങ്ങനെ ക്ലബ് ചെയ്തിട്ടാണ് CPC റിഫ്ലെക്സ് മർമ്മ തെറാപ്പി ഉണ്ടാക്കിയിട്ടുള്ളത്. അക്യുപങ്ക്ചറിൻ്റെയും റിഫ്ലെക്സ് മർമ്മയുടെയും തുടക്കം ഒരു സോഴ്സിൽ നിന്നാണ്. എത്ര നാൾ ചെയ്യണം, അങ്ങനെയല്ലോ ഉണ്ട്? എത്ര ടൈം ചെയ്യണം? 1 മണിക്കൂറാണ് നമ്മൾ ഒരു സെഷൻ ചെയ്യുന്നത്. ആദ്യത്തെ സെഷനിൽ തന്നെ നിങ്ങൾക്ക് ശരീരത്തിൽ അത് ഫീൽ ചെയ്യപ്പെടും. ആ 10 മിനിറ്റ് 15 മിനിറ്റ് 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ ശരീരത്തിൽ ചേഞ്ചസ് വന്നു തുടങ്ങുന്നുണ്ട്. ചിലർക്ക് 2 or 3 സെഷൻ എടുക്കുമ്പോഴത്തേക്ക് തന്നെ പൂർണ്ണമായും രോഗങ്ങൾ മാറുന്നുണ്ട്. ചില ആളുകൾക്ക് ക്രോണിക് ഡിസീസസിനൊക്കെ ആണെങ്കിൽ കുറച്ച് നാൾ തുടർ തെറാപ്പികൾ വേണ്ടി വരും. പുതിയ അനുഭവമാണ്. കാരണം ട്രീറ്റ്മെൻറ്റിനൊക്കെ ആയിട്ട് നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ നമ്മൾ എക്സ്റേ എടുക്കാൻ വിടും, പിന്നെ സ്കാൻ ചെയ്യാൻ പോകും, അങ്ങനെയെല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഇതിപ്പോൾ അവർ നമ്മൾ കാലം പിടിച്ച് വെച്ചിട്ട് പറയുകയാണ് ഇവിടെയല്ലേ വേദനയെന്ന്. അപ്പോൾ അതൊരു ഭയങ്കര അത്ഭുതമാണ് ശരിക്കും. അവർ ചെയ്യുന്ന പ്രഷർ പോയിന്റുകൾ എനിക്കിപ്പോൾ ചെറിയൊരു ഷോൾഡർ പെയിനാണ് ഉള്ളത്. പക്ഷേ അവർ ആ പ്രഷർ പോയിന്റുകൾ പുഷ് ചെയ്യുമ്പോൾ ഇവിടെ അത് റിഫ്ലക്റ്റ് ചെയ്യാം. ശരിക്കും അതൊരു ഫീൽ ചെയ്തു. അപ്പോൾ അതൊരു അകത്തോട്ട് നമ്മൾ മരുന്നൊന്നും കഴിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും വളരെ സുരക്ഷിതമാണ്. അപ്പോൾ ഇത് ഒരു 1-2 തവണയും കൂടെ ചെയ്യുമ്പോൾ ശരിക്കും ഉള്ളൊരു വ്യത്യാസം മനസ്സിലാവുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ നമ്മൾ ഒരുപാട് ചികിത്സ ഇപ്പോൾ പല കാര്യങ്ങൾക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാലമാണ്. അപ്പോൾ അതിനിടയിൽ ഈ റിഫ്ലെക്സ് മർമ്മ എന്ന് പറയുന്നത് എന്താണ് എന്ന് അറിയാനുള്ള ഒരവസരം നമ്മുടെ പ്രസ് ക്ലബിലെ അംഗങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും എടുക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും ഞാനും ഇതെന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. നമ്മുടെ മുന്നിലേക്ക് വന്ന ഒരു പുതിയ ചികിത്സാ രീതി,
ഇത് ചികിത്സ എന്നുള്ളതിനപ്പുറം നമുക്ക് ഇത് സ്വയം ചെയ്യാനും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഇത് ചെയ്തു കൊടുക്കാനും ഒക്കെയുള്ള ഒരു അവസരവും കൂടിയാണ്. എന്തായാലും ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുണ്ട്. കാരണം നമ്മളറിയാതെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് ഇത് ചെയ്യുന്ന തെറാപ്പിസ്റ്റുകൾ തരുന്നു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. ശരിക്കും ഈ നമ്മൾ ചില കാര്യങ്ങൾ പറയാറുണ്ടല്ലോ, ചില അത്ഭുതങ്ങൾ ചില ചികിത്സകൾ കൊണ്ട് സംഭവിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു അത്ഭുതം ഇതിനകത്ത് എവിടെയോ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. കമ്മിറ്റി നമുക്ക് കാലുവേദന കരിപ്പിലൊക്കെ ഒന്ന് മാറ്റിയെടുക്കും. നന്നായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീലാണ് ഇപ്പോൾ ഈ തെറാപ്പി കഴിഞ്ഞപ്പോൾ ഉള്ളത്. ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് ലെഗിലൊരു ചെറിയ പ്രശ്നം ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 സെഷനും കൂടെ വേണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഈ വർക്ക് സ്ട്രെസ്സിനിടയിൽ ഇതുപോലെ വന്ന് ചെയ്തപ്പോഴത്തേന് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീലാണ് ഇപ്പോൾ ഈ തെറാപ്പി കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. സാധാരണ ഇതിലെ മർമ്മ ചികിത്സ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തട്ടിപ്പാണ് നമ്മൾ സാധാരണ അനുഭവിച്ചിട്ടുള്ളതും നമ്മൾ വാർത്തകളൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ഒരു അനുഭവത്തിൽ ഞാനൊരു സത്യം പറയാം, അതായത് 15 വർഷത്തോളം 35 വയസ്സിൽ ഡയബറ്റിക് തുടങ്ങി. ഇപ്പം വളരെ രൂക്ഷമായ കണ്ടീഷൻ. കണ്ണിൻ്റെ ഓപ്പറേഷനും കഴിഞ്ഞാണ്. കാലിലും ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ നമുക്ക് കാല് നിലത്ത് ചവിട്ടുമ്പോൾ ഈ പഞ്ഞിയിലൊക്കെ ചവിട്ടുന്ന പോലെ ഫീലിംഗ് ആയത്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇതിൻ്റെ പരീക്ഷണാർത്ഥം എന്താണ് അറിയാൻ വേണ്ടി ഇവിടെ വന്നതായിരുന്നു. അവരുടെ ആ രീതിയിൽ എനിക്ക് സത്യം നല്ല ഒരു ഫീല്, മേ ബി എൻ്റെ അറിയാവുന്നവർക്ക് എൻ്റെ മുഖത്ത് തന്നെ ആ ഫീലിംഗ് എനിക്ക് വന്നു തുടങ്ങി. ഈവൻ ബോഡിയിലും നല്ല ഫീലാണ് വന്നിട്ടുള്ളത്. ഈവൻ ബ്ലഡ് സർക്കുലേഷനൊക്കെ തുടങ്ങി. കാലിൻ്റെ പാദം അല്ലെങ്കിൽ അവിടെ ജീവൻ ഉണ്ടെന്ന് വരെ തുടങ്ങി. എന്തോ ഇതിൽ സത്യമായ ചികിത്സാ രീതി തന്നെയാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനിത് കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാം. അറ്റ്ലീസ്റ്റ് ഇത് വേറെ മറ്റ് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. തെറാപ്പി പോലെ തന്നെയാണ്, ഫിസിയോതെറാപ്പി ചെയ്യുന്ന പോലെ. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഒരുപടി മുന്നിലായിട്ടാണ് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നല്ലൊരു ചികിത്സാ രീതി തന്നെയാണ്. പിന്നെ തലയുടെ ബാക്കിൽ തലവേദന ഉണ്ടാകുന്നത് അത് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ കണ്ണിന് പ്രശ്നം, കണ്ണിന് ചെറിയ കാഴ്ചക്കുറവ് വരുന്നത് അത് ഫീൽ ചെയ്ത് അത് പറഞ്ഞു തന്ന് അങ്ങനെ ഒരുപാട് നമുക്ക് ഈ മെഡിസിനും ഒന്നും കഴിക്കാതെ തന്നെ ഇത് ട്രീറ്റ്മെൻറ്റ് നല്ല എല്ലാവർക്കും നല്ലൊരു ട്രീറ്റ്മെൻറ്റാണത്. റിഫ്ലെക്സ് മർമ്മ തെറാപ്പി എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് വന്നപ്പോൾ അതിലേറ്റവും ആകർഷകമായി തോന്നിയത് മരുന്നും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ പാദത്തിലെ ചില പോയിന്റുകൾ ക്രമീകരിച്ച് നമ്മളെ സ്പർശത്തിലൂടെ നമ്മളെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു ചികിത്സാ രീതിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പുതിയ ചികിത്സാ രീതി എന്നുള്ള നിലയിൽ ഇന്ന് അത് വളരെ ഗുണപരമായിട്ട് തോന്നി. ഇനി തുടർന്നുള്ള ചികിത്സകളുടെ രീതിയും മറ്റും കൂടി കണക്കിലെടുത്താൽ മാത്രമേ അത് ബാക്കി പറയാൻ കഴിയൂ. ഷോൾഡർ വേദനയായിട്ടാണ് സഹിക്കാൻ വയ്യാത്ത വേദനയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കാലിൽ ഇത്രയും ചെയ്യുമ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് എനിക്കിപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു റിലാക്സ് തോന്നുന്നുണ്ട്. വളരെ കിതച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു മാറ്റം തോന്നുന്നുണ്ട്. നല്ല ഇതാവുന്നു. കുറച്ച് വലിയ ധാരണയോടെ എനിക്ക് വന്നത്. പക്ഷേ എനിക്ക് മുട്ടിനും കാൽപാദത്തിലൊക്കെ നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രഷർ പോയിൻറ്റ്സൊക്കെ ഇങ്ങനെ നോക്കിയതുകൊണ്ടാണോ എന്ന് അറിയില്ല. എനിക്കിപ്പം ചെറിയൊരു റിലീഫ് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നും ആ രീതിയിലേക്കുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ പഠിച്ചെങ്കിലും എന്നുള്ളൊരു താല്പര്യം വരുന്ന വിധത്തിലായിരുന്നു ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതിന് വേറെ മെഡിസിനോ മറ്റ് വേറെ അല്ലാത്ത രീതിയിൽ നമ്മളിപ്പം അലർജിക്ക് ആകുന്നതോ അങ്ങനെയുള്ള പ്രശ്നങ്ങളും സൈഡ് എഫക്ട്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു.